കേരളം കഴിഞ്ഞ മണിക്കൂറുകളിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് കാണുമ്പോഴാണ് മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം കയറിപ്പറ്റിയ വലിയ സ്ഥാനത്തെക്കുറിച്ച് നമുക്ക് ഓരോരുത്തരും കൂടുതൽ ബോധ്യമാവുന്നത്. കഴിഞ്ഞ 100 വർഷത്തെ പാർട്ടിയുടെ ചരിത്രത്തിനോടൊപ്പം സഞ്ചരിച്ച വലിയൊരു മനുഷ്യൻ, കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കരണത്തിൽ വലിയ പങ്കുവഹിച്ച വലിയൊരു മനുഷ്യൻ, സമര പാരമ്പര്യങ്ങളിലൂടെ കടന്നുപോയ ഒരു വലിയ മനുഷ്യൻ, കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും അവരോടൊപ്പം സഞ്ചരിക്കുകയും അവരുടെ സ്നേഹം പിടിച്ചു പറ്റുകയും ചെയ്തു എന്നതിലൂടെയാണ് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവ് വലിയ ആളായി മാറുന്നത് എന്നതിൻ്റെ വലിയ ഉദാഹരണമായി അദ്ദേഹം മാറുന്നുണ്ട്. വെറുതെ ഒരു നേതാവ് ഉണ്ടായി വരുന്നതല്ല, നിരന്തരമായ സമരങ്ങളിലൂടെ പോരാട്ടങ്ങളിലൂടെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അദ്ദേഹം എത്തപ്പെടുകയാണ്. ഒരു കാലത്ത് നിരോധിക്കപ്പെട്ടിരുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഭരണത്തിലെത്തുന്ന ഒരു പാർട്ടിയുടെ അമരക്കാരനായി നിൽക്കുന്നത്. PS മറയുന്നതോടുകൂടി ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഏടുമറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രം ഓർമ്മിക്കുന്നതിന് തുല്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. VS മുന്നോട്ട് വെച്ചിട്ടുള്ള സമരപാരമ്പര്യങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ പുതിയ കാലത്തെ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും ചെയ്യേണ്ടത്. എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി അദ്ദേഹം മാറുന്നുണ്ട്.